ഇടുക്കി വണ്ടിപ്പെരിയാറിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പകൽ നടന്ന മോഷണത്തിൽ പ്രതികളെക്കുറിച്ച് തുമ്പ് കിട്ടാതെ പോലീസ്. അതിവിദഗ്ധമായാണ് പ്രതികൾ മോഷണം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വിശദമായ പരിശോധനയിൽ മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന വിരലടയാളങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചത്. സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. മോഷ്ടാക്കൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച പകലാണ് വണ്ടിപ്പെരിയാർ 57 മൈലിൽ രമ്യ ഭവനിൽ കാളിദാസ് ഷീന ദമ്പതികളുടെ വീട്ടിൽ മോഷണം നടക്കുന്നത്. മേൽക്കൂര തകർത്തകത്ത് കടന്ന മോഷ്ടാവ് അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപയാണ് അപഹരിച്ചത്. ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള വീടാണിത്. സമീപത്തൊന്നും CCTV ദൃശ്യങ്ങളില്ല. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ വീട്ടിലെത്തിയത്. തെളിവുകളില്ലാത്തത് പോലീസിന് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ ദിവസം സ്ഥലത്ത് വിദഗ്ധ പരിശോധന നടത്തിയപ്പോൾ വിരലടയാളം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ഈ വിരലടയാളങ്ങൾ സ്ഥിരം മോഷണക്കേസിലെ പ്രതികളുടെ വിരലടയാളങ്ങളുമായി ക്രോസ് മാച്ച് ചെയ്യാൻ അയച്ചിരിക്കുകയാണ്. മേഖലയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളായിരിക്കണം മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മോഷണത്തിന് ശേഷം അപഹരിച്ച പണവുമായി മോഷ്ടാവ് തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയിൽ തമിഴ്നാട്ടിൽ മോഷണക്കേസിൽ ഉൾപ്പെട്ടവരെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ജില്ലയിലെ മറ്റു മേഖലകളിൽ നടന്ന മോഷണങ്ങൾ കൂടി പരിശോധിച്ചു വരികയാണ്. സമാന സ്വഭാവമുള്ള കേസുകൾ കൂടി പരിഗണിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. റിപ്പോർട്ടർ, ഇടുക്കി.